മുതിർന്ന കുട്ടികളെക്കുറിച്ച് അവരുടെ മാതാപിതാക്കൾ എപ്പോഴും പറയാറുള്ളത് അവർക്ക് തീരെ ഉത്തരവാദിത്തമില്ല, സ്വന്തം കാര്യങ്ങൾ പോലും അവർക്ക് ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധയുമില്ല എന്നൊക്കെയാണ്. എന്നാൽ 1ഉം 2ഉം ക്ലാസ്സുകളിലെ കുട്ടികളെക്കുറിച്ച് മാതാപിതാക്കൾ അങ്ങനെയൊരു പരാതി പറയാറുമില്ല. എന്തേ, ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലേ? ഇങ്ങനെയൊരു ചോദ്യം മാതാപിതാക്കളോട് ചോദിച്ചാൽ അവർ പറയാൻ സാധ്യതയുള്ള ഒരു ഉത്തരം, കുഞ്ഞുങ്ങളല്ലേ, വലുതായി കഴിയുമ്പോൾ അവർ നല്ല ഉത്തരവാദിത്വത്തോടെ എല്ലാം ചെയ്തോളും എന്നായിരിക്കും. എന്നാൽ കുട്ടികൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ അവർ പറയുന്നത് കുട്ടികൾക്ക് ഉത്തരവാദിത്തം ഇല്ല എന്നാണ്. എന്താണ് ഇതിന് കാരണം? ഉത്തരം വളരെ ലളിതമാണ്. ഉത്തരവാദിത്വ ബോധം എന്നത് കുട്ടികൾ വലുതാവുമ്പോൾ തന്നെ അങ്ങ് ഉണ്ടാകുന്നതല്ല, മറിച്ച് കുട്ടികൾ വളരുന്നതിനോടൊപ്പം വളർത്തിയെടുക്കേണ്ട ഒരു ഗുണമാണത്. ചെറിയ കുട്ടികൾക്ക് അവരുടേതായ പല ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. എന്നാൽ കുട്ടികൾക്ക് അത് തിരിച്ചറിയാനാവുന്നില്ല. മാതാപിതാക്കളാണ് അത് തിരിച്ചറിയാൻ കുട്ടികളെ സഹായിക്കേണ്ടത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് രാവിലെ സ്കൂൾ ബാഗിൽ ബുക്സും ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ എടുത്തു വയ്ക്കാം. യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകാൻ ഒരുങ്ങാം. സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ടിഫിൻ ബോക്സൊക്കെ തിരിച്ച് കിച്ചണിൽ കൊണ്ടുപോയി വയ്ക്കാം. കളികൾക്ക് ശേഷം നിരന്ന് കിടക്കുന്ന കളിപ്പാട്ടങ്ങൾ അടുക്കി വൃത്തിയാക്കി വയ്ക്കാം. പഠനത്തിന് ശേഷം സ്റ്റഡി ടേബിൾ വൃത്തിയാക്കാം. ഇതൊക്കെ ചെറിയ കുട്ടികളെ ഏൽപ്പിക്കാവുന്ന ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ്. എന്നാൽ എന്തുകൊണ്ടോ നമ്മുടെ മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ട് ഇക്കാര്യങ്ങളൊന്നും ചെയ്യിക്കാൻ അത്ര താല്പര്യപ്പെടുന്നില്ല. കാരണങ്ങൾ പലതായിരിക്കാം. കുട്ടികൾ ഇതെല്ലാം തനിയെ ചെയ്യാറായിട്ടില്ല, അവരിതൊന്നും തനിയെ ചെയ്താൽ ശരിയാകില്ല. അതല്ലെങ്കിൽ കുട്ടികൾ ഇതൊക്കെ തനിയെ ചെയ്യുമ്പോൾ കുറേ സമയമെടുക്കും, അത് തങ്ങൾക്ക് സമയനഷ്ടമുണ്ടാക്കും. മറ്റൊന്ന്, അവർ തന്നെ ചെയ്താലും വീണ്ടും അവരുടെ പുറകെ നമ്മൾ പോകേണ്ടി വരും, അത് ഇരട്ടിപ്പണിയാകും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാവാം മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ട് ഒന്നും ചെയ്യിക്കാറില്ല, എല്ലാം അവർ തന്നെ ചെയ്യുന്നു. പക്ഷേ നമ്മുടെ കുട്ടികൾ ഇതൊക്കെ ചെയ്യണ്ടേ? എങ്ങനെയാണ് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ അവർ പഠിക്കുന്നത്? കുട്ടികളെ ഇത്തരം കാര്യങ്ങളൊന്നും പഠിപ്പിക്കാൻ മാതാപിതാക്കൾ പ്രത്യേകിച്ച് സമയമൊന്നും കണ്ടെത്തേണ്ടതില്ല. അവർക്ക് വേണ്ടി മാതാപിതാക്കൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ കുട്ടികളെയും കൂടെ നിർത്തുക. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്നത് കണ്ടും നിങ്ങൾ പറയുന്നത് കേട്ടും അവർ അടുത്ത് നിൽക്കട്ടെ. അടുത്ത ദിവസം നിങ്ങൾ ഇതേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും കുട്ടികളും നിങ്ങളോടൊപ്പം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതൊക്കെ വളരെ നിസ്സാരമായി തനിയെ ചെയ്യാം എന്ന ഒരു സാഹചര്യത്തിലേക്ക് കുട്ടികൾ വളരും. പിന്നീട് കുട്ടികൾ വളർന്ന് പക്വതയാർജിക്കുന്നതനുസരിച്ച് അവരെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോ പുതിയ കാര്യങ്ങൾ അവർ പഠിച്ചുകൊണ്ടേയിരിക്കും. തങ്ങളുടെ എല്ലാ പ്രായത്തിലും പല കാര്യങ്ങളും തങ്ങൾക്ക് ചെയ്യാനുണ്ട് എന്ന ഒരു അവബോധം കുട്ടികൾക്ക് ഉണ്ടാവും. അങ്ങനെ അവർ വളരുന്നതനുസരിച്ച് അവരുടെ ഉത്തരവാദിത്വ ബോധവും വളർന്നുകൊണ്ടേയിരിക്കും.